ഹലോ ഫ്രണ്ട്സ്, പുതിയതായിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് UPSCയിൽ നിന്നാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സോ എക്സാം ത്രൂ ആയിരിക്കും നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക. സോ വേക്കൻസി ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി അസിസ്റ്റന്റ് കീപ്പർ ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് കൾച്ചറിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാൻഡിഡേറ്റിനാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ആന്ത്രോപോളജി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മ്യൂസിയോളജി ഡിപ്ലോമ ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഹാൻഡിലിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് പ്രിസർവിങ് സ്പെസിമെൻസിൽ ഉള്ളവർക്ക് നിങ്ങൾക്ക് മുൻഗണന കിട്ടും. സോ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മാൻഡേറ്ററി അല്ല. ഈ മാസ്റ്റർ ഡിഗ്രിയും അതുപോലെ തന്നെ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കാം. സോ ഡ്യൂട്ടീസ്, അലവൻസുകളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. പ്രൊബേഷൻ പീരീഡ് 2 വർഷമാണെന്ന് ഓർത്തിരിക്കുക. എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കത്തയിലാണെന്ന് ഓർത്തിരിക്കാം. ബാക്കിയുള്ള അലവൻസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് വിളിച്ചിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് 7 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സീനിയർ സ്റ്റോർ ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്ന DRDOയിലേക്കാണ് വിളിച്ചിരുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിൽ വരുന്നതാണെന്ന് ഓർത്തിരിക്കുക. സോ ഇതിലേക്ക് 7 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജനറൽ 5 വേക്കൻസി, OBC 1 വേക്കൻസി, SC 1 വേക്കൻസി, PWD 1 വേക്കൻസി, അങ്ങനെ 7 വേക്കൻസിയാണ് ടോട്ടൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. മാസ്റ്റർ ഡിഗ്രി വിത്ത് എക്കണോമിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ഓർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉള്ളവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രീമിൽ നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലാത്ത പക്ഷം ബാച്ചിലർ ഡിഗ്രി ഇൻ എക്കണോമിക്സ്, കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ് സ്റ്റഡീസ് ഓർ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ബാച്ചിലർ ഡിഗ്രിയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വെയർഹൗസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പർച്ചേസിംഗ് ഓർ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ പബ്ലിക് പ്രൊക്യൂർമെൻറ്റ്, ഇതിലേതെങ്കിലും ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സോ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പം സാധാ ഡിഗ്രിയും പ്ലസ് നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രീമിൽ ഡിപ്ലോമ എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയിട്ട് വേണം. മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി ബാച്ചിലർ ഡിഗ്രി അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഉള്ളവർക്കാണെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. സോ അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. സോ മൂന്നാമത് വിളിച്ചിരിക്കുന്നത് 8 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ലൈഫ് സ്റ്റോക്ക് ഓഫീസർ ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആനിമൽ ആൻഡ് ഹസ്ബൻഡറി ആൻഡ് ഡയറിയിലേക്കാണ്. മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഡയറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. EWS 4 വേക്കൻസി, OBC 1 വേക്കൻസി, SC 2 വേക്കൻസി, ST 1 വേക്കൻസി, അങ്ങനെയാണ് വിളിച്ചിരിക്കുന്ന വേക്കൻസി. 8 വേക്കൻസി എന്ന് ഓർത്തിരിക്കാം. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ അല്ലെങ്കിൽ വെറ്റിനറി കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണമെന്നും പറയുന്നുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ക്യാറ്റിൽ ആൻഡ് ലിവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റിൽ ഓർത്തിരിക്കാം. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. മാസ്റ്റർ ഡിഗ്രി പറഞ്ഞിരിക്കുന്ന വെറ്റിനറി സയൻസ് മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ, അവർക്കാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. സോ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നും എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു. വെരിഫിക്കേഷൻ ഫീസ് ഒക്കെ SC ST ഫീമെയിൽ അതുപോലെ പേഴ്സൺ വിത്ത് ബെഞ്ചുമാർ ഡിസബിലിറ്റി ഉള്ളവർക്ക് എക്സാമിനേഷൻ ഫീസ് ഇല്ല. ബാക്കി വരുന്നവർക്ക് 25 രൂപയാണ് എക്സാമിനേഷൻ ഫീസ് എന്ന് ഓർത്തിരിക്കുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/5/2026. സോ അതിന് മുമ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യാം. സോ നല്ലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. UPSC അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യാം. താങ്ക്